ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണേ. എന്നിട്ട് എന്നോട് കമൻറ്റിൽ പറയണം നിങ്ങളും ഇങ്ങനെയാണോ നിങ്ങളുടെ കടൽക്കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ തലേ ദിവസം രാത്രി തന്നെ ഞാൻ കടല കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന്, അതായത് നമ്മുടെ കടലയുടെ മുകളിൽ നിൽക്കണം കേട്ടോ, വെള്ളം എല്ലാം കൂടെ ചേർന്ന് നമുക്കൊന്ന് കുക്കറിൽ വെക്കാം. വിസിലിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ മേന്മയും ഗുണമൊക്കെ അനുസരിച്ച് എത്രയാണോ വിസിൽ വേണ്ടത് അതനുസരിച്ച് വയ്ക്കുക. ഇതിൻ്റെ ഗുണവും മേന്മയൊക്കെ വെച്ചിട്ട് ഇവനൊരു 8 വിസിലടിച്ചാലേ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനൊരു 8 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളി, പിന്നെ ഇതിൻ്റെ സ്പൈസസ് വേണ്ട എന്താണെന്ന് നോക്കാം. പെരിഞ്ജീരകം, ഒരു അല്പം പെരിഞ്ജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പു, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നമ്മുടെ തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നല്ലപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ തീയലിനൊക്കെ നല്ലപോലെ വറുത്തെടുക്കും അല്ലേ. തേങ്ങ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാറുണ്ട്. ഇതിന് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി കേട്ടോ. ഒരു ചെറിയൊരു ലൈറ്റ് ആയി കഴിഞ്ഞാൽ മതിയാവും. പിന്നെ ഇതിന് വേണ്ട ഈ ഒരു കാര്യം മറന്നു, ഇതൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മളൊരു കുറച്ച് വെളിച്ചെണ്ണ വീഴ്ത്തുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തിരിയായിട്ട് വീഴ്ത്തുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പൊടികൾ നോക്കാം കേട്ടോ. പൊടികളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ എടുക്കുന്ന 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ഇത്രയാണ് ഞാൻ പൊടികളായിട്ട് ഇവിടെ എടുക്കുന്നത്. പിന്നെ ഗരം മസാലയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ എല്ലാവരും ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇത് ഞാൻ സ്കിപ്പ് അടിച്ചത്. അപ്പോൾ നമ്മളിത് അടിപൊളിയായിട്ട് നമ്മളെ പൊടികളൊക്കെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് മൂത്ത് പോകാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ ഇന്നലെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മീൻകറി, അതായത് കാരമീൻ കറി, നമ്മളെ മുളകിട്ട കറി, പിന്നെ എന്താ പറയുക, നല്ല ട്രിവാൻഡ്രം സ്റ്റൈൽ കറി, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും തന്നെ അതൊന്നും കണ്ടിട്ടില്ല. എല്ലാവരും പോയി ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തന്നെ നമ്മൾ വേറൊരു പാനെടുത്ത് പാനിലോട്ട് വെളിച്ചെണ്ണ വീത്തി കടുകിട്ട് നമ്മൾ വറ്റൽ മുളക് 3-4 ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കറിവേപ്പില ഇട്ടു. ഇനി ചെറിയ ഉള്ളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ ഉള്ളിയാണ് ഇതിന് ബെസ്റ്റ്. അതായത് എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ ഉള്ളി ഇടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു സവാള ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ ചെറിയ ഉള്ളി എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 10-15 എടുത്താൽ മതിയാവും. ഇതിന് നമുക്ക് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായിട്ടൊന്ന് കൊണ്ടുവരാം. അത് ആ സമയം നമ്മുടെ ഗ്രേവി നമുക്ക് നല്ലപോലെ അരച്ചു കൊണ്ടുവരാം. കുറച്ച് വെള്ളത്തിൽ എപ്പോഴും അരയ്ക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും അതൊന്നും അരങ്ങി കിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മളെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കടലയും നമ്മുടെ ഗ്രേവിയും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇതും പപ്പടവും പിന്നെ നമ്മുടെ കടലക്കറിയും ഒരു പഴത്തിൻ്റെ ആവശ്യം ശരിക്കുമില്ല, പക്ഷേ അന്തസ്സല്ലേ, ഒരു കട്ടൻ ചായയും കൂടെ ആയാൽ ഓക്കെ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു, സോറി. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ യോജിച്ച് നല്ലപോലെ തിളപ്പിക്കുകയാണേ. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവിടെ തീർന്നു കേട്ടോ. അപ്പം നിങ്ങളും ഇങ്ങനെയാണോ നിങ്ങളുടെ കടലക്കറി വയ്ക്കുന്നതെന്ന് എന്നോട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.